ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ പ്രവർത്തനമാണ് നോക്കുന്നത്. പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ ഉപയോഗവും ഉൾപ്പെടുന്ന പട്ടിക കുട്ടി തയ്യാറാക്കുകയായിരുന്നു. ചില ഭാഗങ്ങൾ വിട്ടുപോയി. പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളെ വ്യത്യസ്ത തരം പല്ലുകൾ തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ അപ്പുറത്തെ കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്, അതിൻ്റെ ഉപയോഗം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇവിടെ ഞാൻ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഒളിപ്പല്ല് നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആഹാരവസ്തുക്കൾ കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് കോമ്പല്ലുണ്ട്, പിന്നെ അഗ്രചവർണകമുണ്ട്, ചവർണകമുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ യൂസ് ഇപ്പുറത്ത് ഫിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാംസാഹാരികളിൽ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്ന പല്ല് ഏതാണെന്ന്. അത് കോമ്പല്ലാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ആൻസർ, കോമ്പല്ല്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. മധുര പലഹാരങ്ങൾ കഴിച്ച ശേഷം വായ കഴുകാതിരുന്നാൽ പല്ല് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നത് നമുക്കറിയാം അല്ലേ. അത് ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പല്ലുകളെ കേടാക്കും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. ഇത് ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ ഉൽപ്പാദിപ്പിച്ച് പല്ലുകളെ കേടാക്കുന്നു. സീൻ്റെ ആൻസറാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. മനുഷ്യരക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ചപ്പോൾ ലഭിച്ച പദാർത്ഥങ്ങളുടെ ചില പ്രത്യേകതകൾ താഴെ കൊടുക്കുന്നു. പ്രത്യേകതകൾ മനസ്സിലാക്കി ഘടകം ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യത്തേത് നോക്കൂ. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാരാ? പ്ലേറ്റ്ലെറ്റുകൾ. നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്. അത് വെളുത്ത രക്താണുക്കൾ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. നാലാമത്തത് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് ചുവന്ന രക്താണുക്കളിലാണ്. ഓക്കെ, ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് പിന്നീട് വായിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഒരു നോട്ടിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളെയും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മങ്ങളായ കുഴലുകൾ ഏതാണ്? രക്തലോമികകളാണ് കേട്ടോ. നാലാമത്തെ ഓപ്ഷനാണ് ശരി, രക്തലോമികകൾ. ഓക്കെ, ഇനി സി നോക്കൂ. മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം കൂടി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകത? മുഷ്ടിയോളം വലിപ്പമുണ്ട് അല്ലേ. വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അടുത്തത് മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം. നമുക്ക് 2 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രകാശത്തിൻ്റെ ഏതെല്ലാം പ്രതിപതന രീതികളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന്. ഒന്നാമത്തേത് ഏതാണ്? ക്രമപ്രതിപതനം. രണ്ടാമത്തേത് വിസരിത പ്രതിപതനമാണ് അല്ലേ. ക്രമോ അതുപോലെ തന്നെ വിസരിത പ്രതിപതനമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ചിത്രം കണ്ടാൽ തന്നെ അത് എളുപ്പമാണല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത മുറിയിൽ കാഴ്ച സാധ്യമാകുന്നത് ഏത് പ്രതിപതനം മൂലമാണ്? അത് വിസരിത പ്രതിപതനാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇനി അടുത്ത് നോക്കാം. സി നോക്കൂ. പെരിസ്കോപ്പ് നിർമ്മാണത്തിന് ഏത് തരം ദർപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് സമതല ദർപ്പണമാണ് കേട്ടോ. പ്രകാശത്തിൻ്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ട ഏത് തത്വമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തന പ്രതിപതനം. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ പെരിസ്കോപ്പിന് നമ്മൾ സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കാം. വിവിധ തരം വസ്തുക്കളിലൂടെ ടോർച്ച് പ്രകാശിപ്പിച്ച് ഭിത്തിയിൽ പതിപ്പിക്കുന്ന പരീക്ഷണം നടത്തുകയാണ് കുട്ടി. നിരീക്ഷണങ്ങൾ താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വസ്തുണ്ട്, നിരീക്ഷണമുണ്ട്. ബട്ടർ പേപ്പർ, മിനുസമുള്ള ടൈൽ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, മരക്കട്ട, ചില്ല് ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലം. ഇത്രയും കാര്യങ്ങളാണ് അവരെടുത്തിട്ടുള്ളത് അല്ലേ. അവിടുത്തെ നിരീക്ഷണം എന്താണ്? പ്രകാശം ഭാഗികമായി കടത്തിവിട്ടു, പ്രകാശത്തെ കടത്തിവിട്ടില്ല, പ്രകാശം നന്നായി കടത്തിവിട്ടു, പ്രകാശം ഭാഗികമായി കടത്തിവിട്ടു, പ്രകാശം കടത്തിവിട്ടില്ല, പ്രകാശം നന്നായി കടത്തിവിട്ടു.
അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൊരു ടേബിൾ. ഇനി നമ്മളോട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പട്ടിക പരിശോധിച്ച് പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവ, ഭാഗികമായി കടത്തിവിടുന്നവ, കടത്തിവിടാത്തവ എന്നിവയ്ക്ക് ഉചിതമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അതിന് എങ്ങനെ നമുക്ക് തലക്കെട്ട് കൊടുക്കാൻ പറ്റും? സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു അല്ലേ. അങ്ങനെ 3ആയിട്ട് ഹെഡിങ് കൊടുക്കാം. ഏതൊക്കെയാണ്? സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. സുതാര്യ വസ്തുവിൽ ഏതൊക്കെയാണ് വരുന്നത്? ജനൽ ചില്ല് വരും അല്ലേ. ഇനി നമുക്ക് ആ പട്ടിക ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സുതാര്യ വസ്തുവിൽ ജനൽ ചില്ല് എവിടെ? ജനൽ ചില്ല് വരും. അതുപോലെ തന്നെ ചില്ല് ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലവും എന്തിൽ വരും? സുതാര്യ വസ്തുവിൽ വരും കേട്ടോ. ഇത് രണ്ടുമാണ് സുതാര്യ വസ്തുവിൽ വരുന്നത്. ഇനി രണ്ടാമത്തത് അധാര്യ വസ്തുവാണ് അല്ലേ. രണ്ടാമത്തത് അധാര്യ വസ്തു. ഹെഡിങ് എഴുതണം. ആദ്യം സുതാര്യ വസ്തു എന്ന് ഹെഡിങ് എഴുതണം, പിന്നെ അധാര്യ വസ്തു എന്ന് എഴുതണം, പിന്നെ അർദ്ധധാര്യ വസ്തു എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ സുതാര്യത്തിൽ നമുക്ക് പറഞ്ഞു ജനൽ ചില്ലും ചില്ല് ഗ്ലാസ്സിലെടുത്ത ജലവും. ഇനി അധാര്യ വസ്തുവിൽ വരുന്നത് മരക്കട്ട അല്ലേ. മരക്കട്ട അധാര്യ വസ്തുവാണ്. അതുപോലെ തന്നെ മിനുസമുള്ള ടൈലും. ഓക്കെ, ഇത് രണ്ടാണ് അധാര്യ വസ്തുവിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ടേബിളിൽ എന്താ വരുന്നത്? മൂന്നാമത്തെ ടേബിളിൽ വരുന്നതാണ് ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ഉരച്ച ചില്ലും. ഓക്കെ, ബട്ടർ പേപ്പറും ഉരച്ച ചില്ലും. ഇവിടെ തന്നെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3 കോളാക്കിയിട്ടാണ് ഇതിനെ മാറ്റേണ്ടത്. എന്നിട്ട് ഹെഡിങ് കൊടുക്കുക. സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്ന് പറയുക, കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്നത് അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഇവയിൽ സമതല ദർപ്പണത്തിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ഉം 4ഉം ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കും. അതുപോലെ തന്നെ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമതല ദർപ്പണത്തിലെ പതനകോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതും 40 ഡിഗ്രി തന്നെയാണ് അല്ലേ. യെസ്. ഇനി 5ാമത്തെ പ്രവർത്തനം നോക്കാം. ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ശരീരഭാഗങ്ങളും അവയുടെ ധർമ്മവും ഉൾപ്പെടുന്ന പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ശരീരഭാഗം ഒരു കോളുണ്ട്, അപ്പുറത്ത് എന്താണ്? ധർമ്മം അല്ലേ. ആദ്യം തന്നെ ആമാശയം തന്നിട്ടുണ്ട്. എന്താണ് ആമാശയം ആണ് ആദ്യം തന്നെ എഴുതേണ്ടത് കേട്ടോ. ഒന്നാമത്തത് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ ധർമ്മം എന്താണ്? ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. സെക്കൻഡ് വൺ ചെറുകുടൽ അല്ലേ. അപ്പോൾ വില്ലസ്, ചെറുകുടലിലെ വില്ലസ് എന്താ ചെയ്യുന്നത്? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? വൻകുടൽ എന്താ ചെയ്യുന്നത്? ജലവും ലവണവും ആഗിരണം ചെയ്യുന്നു. അടുത്തത് ചെറുകുടൽ ദഹനം പൂർത്തിയാക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. നിങ്ങളിതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അമീബയിലെ പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സ്വാംശീകരണം. ഇവിടെ നമുക്ക് തന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ബോക്സിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇവിടെ ഈ സ്വാംശീകരണം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് നമുക്ക് വേണ്ടത്? ആഹാര സ്വീകരണം. ഇതാണ് ഒന്നാമത്തേത്, ആഹാര സ്വീകരണം. രണ്ടാമത്തേത് ദഹനം. മൂന്നാമത്തേത് ആഗിരണം. നാലാമത്തേത് പുറന്തള്ളൽ. ഓക്കെ ആണല്ലോ. നമ്പർ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ആഹാര സ്വീകരണം, രണ്ടാമത്തേത് ദഹനം, മൂന്നാമത്തേത് ആഗിരണം, പിന്നെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഒരെണ്ണം സ്വാംശീകരണം ഇവിടെ തന്നിട്ടുണ്ട്, ലാസ്റ്റ് വൺ പുറന്തള്ളൽ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കൂ. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തിൻ്റെ പേരെന്താണ്? അത് പെരിസ്റ്റാൾസിസ് ആണ്. ഓക്കെ, സി ആണ് ആൻസർ, പെരിസ്റ്റാൾസിസ്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6. എല്ലാ വസ്തുക്കളും താപത്തെ കടത്തിവിടുമോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പരീക്ഷണത്തിനായി ഉപയോഗിച്ച വസ്തുക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അലുമിനിയം കമ്പിയുണ്ട്, ചെമ്പ് കമ്പിയുണ്ട്, മരക്കഷ്ണം, ഇരുമ്പ് കമ്പി, പ്ലാസ്റ്റിക് ദണ്ട്. ഓക്കെ,
ക്വസ്റ്റ്യൻ നോക്കൂ. ഇവയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്? കാരണമാണ് ചോദിച്ചത്. അത് മരക്കഷ്ണോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കോ അല്ലേ? അതെന്താണ്? കുജാലകങ്ങളാണ് അല്ലേ? യെസ്, കുജാലകങ്ങളാണത്. ഓക്കെ, ഈ കുജാലങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയില്ല നിങ്ങൾക്ക്. ചൂട് കടത്തി വിടുന്നതും കടത്തി വിടാത്തതൊക്കെ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റ്യൻ നോക്കാം. പകൽ സമയം കടൽ തീരത്തെത്തിയാൽ തണുത്ത കാറ്റ് അനുഭവപ്പെടുമല്ലോ. ഈ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത്? ഇതുണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. അപ്പോൾ എന്താണ്? ഈ കടലിൽ നിന്ന് പകൽ സമയം കരയിലേക്ക് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. എന്നിട്ട് കടലിലെ തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, എന്താണ്? കടലിൽ നിന്ന് പകൽ സമയം കരയിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുകയും കടലിലെ തണുത്ത വായു കരയിലേക്ക് വീശുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവകങ്ങളിലെ താപീയ വികാസം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരെഴുതുക. അതാണ് തെർമോമീറ്റർ. ഓക്കെ, ഇനി 7th പ്രവർത്തനം നോക്കാം. മഗ്നീഷ്യവും വിനാഗിരിയും ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ച ശേഷം താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ചിരുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കത്തിച്ച് തീപ്പെട്ടിക്കൊള്ളി വച്ച ശേഷം ടെസ്റ്റ് ട്യൂബ് തുറന്നാൽ എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ട്? എന്താണ് സംഭവിക്കുക? ശബ്ദത്തോടു കൂടി അത് കത്തും അല്ലേ? അതുപോലെ തന്നെ അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ട്യൂബ് വിരൽ കൊണ്ട് അടച്ചു പിടിച്ചത് എന്തിനെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ഹൈഡ്രജന് ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ വാതകം ഉണ്ടാകുമ്പോൾ തന്നെ മുകളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിരൽ കൊണ്ട് അത് അടച്ചു പിടിക്കുന്നത് കേട്ടോ. ടെസ്റ്റ് ട്യൂബ് അടച്ചു പിടിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഹൈഡ്രജന് ഭാരം കുറവായതുകൊണ്ട് ഈ വാതകം ഉണ്ടാകുമ്പോൾ തന്നെ മുകളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗം നമ്മൾ വിരൽ കൊണ്ട് അടച്ചു പിടിക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ പരീക്ഷണത്തിൽ വിനാഗിരിക്ക് പകരം ഉപയോഗിക്കാവുന്ന 2 പദാർത്ഥങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ നമുക്ക് ഉപയോഗിക്കാം. HCl or H2SO4. ഇനി ആക്ടിവിറ്റി 8 നോക്കാം. പാകം ചെയ്ത ആഹാരപദാർത്ഥം കുറച്ച് സമയത്തിനുള്ളിൽ തണുത്തു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഏതെല്ലാം താപപ്രേക്ഷണ രീതികളിലൂടെയാണ് ആഹാരത്തിൽ താപം നഷ്ടപ്പെടുന്നത്? ചലനം, സംവഹനം, വികിരണം അല്ലേ? ഇനി ബി നോക്കൂ. ഇതിലേതെങ്കിലും ഒരു താപപ്രേക്ഷണ രീതി വിശദീകരിക്കുക. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ആഹാരത്തിലെ താപം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക. നിർദ്ദേശിച്ച മാർഗം സ്വീകരിക്കുമ്പോൾ താപം നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വിശദമാക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാത്രം മൂടി വയ്ക്കുക അല്ലേ? അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ എന്താണ്? സംവഹനം തടയാൻ സാധിക്കും അല്ലേ? പാത്രം മൂടി വയ്ക്കുന്നതിലൂടെ അതിലുള്ള സംവഹനം തടയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ചൂടാറാപ്പെട്ടിയിൽ വെക്കുക അല്ലേ? അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തണുത്ത് പോകാതെ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ? ചൂടാറാപ്പെട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും. അപ്പം ഈ 3 താപപ്രശ്ന രീതിയിലും നമുക്ക് ഇതിൻ്റെ താപം പോകാതെ നമുക്ക് തടയാൻ സാധിക്കും അല്ലേ? യെസ്, ആ താപം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ 3 രീതിയും. ഏതൊക്കെ? ചലനം, സംവഹനവും വികിരണവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.